ഹിജറ വർഷം 1446 നമ്മളോട് വിട പറഞ്ഞ് പുതുവർഷം 1447 വരവേൽക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. മുഹറം മാസം ആരംഭിക്കുകയാണ്. പരിശുദ്ധ മാസങ്ങളെന്ന് അല്ലാഹു പ്രഖ്യാപിച്ച ഹജ്ജിന്റെ മാസങ്ങൾ കഴിഞ്ഞ് ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിഞ്ഞ് ആ പവിത്ര മാസങ്ങളിലെ തന്നെ മറ്റൊരു മാസം കൂടിയാണ് ഷഹറുല്ലാഹി അൽ മുഹറം എന്നറിയപ്പെടുന്ന ഈ മുഹറം മാസം. ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ തആല ഇഫ്തതഹ സനത ബിശഹരി ഹറാമിൻ വഖ്തതമഹ ബിശഹരി ഹറാം. ഹിജറ വർഷത്തിലെ വർഷം അവസാനിക്കുന്ന മാസം പവിത്രമാണ്. ഹിജറ വർഷത്തിലെ വർഷം ആരംഭിക്കുന്ന മാസവും പവിത്രമാണ്. അഥവാ ദുൽഹിജ്ജയും മുഹറമുമായിട്ടുള്ള ആ 2 മാസങ്ങളെ കുറിച്ചാണ് അദ്ദേഹം അത് പരിചയപ്പെടുത്തുന്നത്. ഷഹറുൽ ഹറാം എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചക വചനങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 മിൻഹാ അർബഅത്തുൽ ഹുറും 12 മാസങ്ങളാണ് അല്ലാഹുവിന്റെ അടുക്കലുള്ള കണക്ക് പ്രകാരമുള്ളത് വർഷത്തിൽ. അതിൽ 4 പവിത്രമെന്ന് പ്രത്യേകമായി കൊണ്ട് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. പരിശുദ്ധ മാസങ്ങളെ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ശിആറുകളായിട്ടാണ്, അള്ളാഹുവിന്റെ അടയാളങ്ങളായിട്ടാണ്. ആ അടയാളങ്ങളെ ആദരിക്കലും ബഹുമാനിക്കലും ഒരാളുടെ വിശ്വാസത്തിന്റെ തഖ്വയുടെ ഭാഗമായി കൊണ്ടും പരിചയപ്പെടുത്തുന്നുണ്ട്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹുവിന്റെ ശിആറുകളെ, അടയാളങ്ങളെ ഒരാൾ ആദരിച്ചാൽ അതവന്റെ ഹൃദയത്തിൽ തഖ്വയുള്ളതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ രൂപത്തിലൊക്കെ പവിത്രമെന്നും പരിപാവനമെന്നും പരിശുദ്ധമെന്നും ഖുർആനും ഹദീസും പരിചയപ്പെടുത്തിയ മാസമാണ് മുഹറം. ഏതൊക്കെ നമുക്കറിയാം. സലാത്തുൽ മുതവാലിയ, 3 തുടർച്ചയായ മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, വറജബ്. ഇതാ പ്രവാചകൻ പറഞ്ഞ 4 മാസങ്ങൾ. അപ്പൊ അതിലെ തുടർച്ചയായ പവിത്ര മാസങ്ങളിലെ അവസാനത്തെ മാസത്തിലാണ്, അഥവാ വർഷത്തിന്റെ ആദ്യത്തിലുള്ള മുഹറം മാസത്തിലാണ് നമ്മളിപ്പോ നിലകൊള്ളുന്നത്. പരിശുദ്ധ ഇസ്ലാം പവിത്രമെന്നും പരിപാവനമെന്നും ഏറെ എടുത്ത് പുകഴ്ത്തി പറഞ്ഞ ഈ മാസത്തെ പക്ഷേ സമൂഹം ഒരു ദുഷ്ടഗുണത്തിന്റെ മാസമായിക്കൊണ്ട്, സഗുണപ്പിഴയുടെ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന മാസമായിക്കൊണ്ട് കണ്ടുവരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു പരിധിവരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. പഴയ കലണ്ടറുകൾ എടുത്ത് നോക്കിയാൽ ആ കലണ്ടറിന്റെ ഒക്കെ അടിയിൽ തന്നെ വളരെ വ്യക്തമായി പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. മുഹറമിന്റെ ആദ്യത്തിലുള്ള ഇന്ന ദിവസങ്ങള് ദുഷ്ടഗുണമാണ്,
നല്ല പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണ്ട, ഫുട്ബോളിക്കണ്ട നല്ല ഓലും പറഞ്ഞു. പക്ഷെ ഒരാളുടെ ജീവിതത്തിലുള്ള പ്രത്യേകമായ ചില കാര്യങ്ങൾ, ഇപ്പോ ഒരാൾ വീട് കൂടുക എന്നറിയില്ല, നമ്മൾ എന്താ ഹൗസ് വാമിങ്, കുടിരിക്കൽ എന്നൊക്കെ പറയില്ല, നടത്താൻ പാടില്ല. കല്യാണം ചെയ്യാൻ പാടില്ല, നിക്കാഹുകൾ നടത്താൻ പാടില്ല, യാത്രകൾ പ്ലാൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ ആയാൽ അത് ദുസ്സഗുണമാവും, അവനത് അപകടകരമാവും, പ്രയാസകരമാകും എന്ന വിശ്വാസം ഈ മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഇന്നും നിലനിൽക്കുന്നു. ഇസ്ലാമിൽ ആ വിഷയത്തിലുള്ളതായ കാഴ്ചപ്പാട് വളരെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പടച്ച തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള ഒന്നാണ് എന്റെ രക്ഷിതാവ് അള്ളാഹുവാണെന്നിരിക്കെ ആ പടച്ച തമ്പുരാൻ എനിക്ക് സംഭവിക്കുമെന്ന് നേരത്തെ കൂട്ടി എഴുതി രേഖപ്പെടുത്തി റെക്കോർഡാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസമുള്ളവരെ നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിക്കൊണ്ട് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഒരു സമയത്തിനും ഒരു കാലത്തിനും ഇസ്ലാമിൽ അശുഭ ലക്ഷണങ്ങളില്ല. എല്ലാ ദിവസവും, എല്ലാ സമയവും, എല്ലാ മാസവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. അവരതിൽ നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരതിൽ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടെങ്കിൽ, അല്ലെ, ദിക്റുണ്ടെങ്കിൽ, അമലുണ്ടെങ്കിൽ എല്ലാ ദിവസവും നല്ലതാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടൊരു കാലത്തെയും ഒരു സമയത്തെയും നമ്മൾ ദുസ്സഗുണമായി അശുഭ ലക്ഷണങ്ങളുള്ള സമയമായി, ദിവസമായി പഴിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ കൽപ്പനയുണ്ട്. ഖാലല്ലാഹു അസ്സ വജല്ല, ഖുദ്സിയായ ഹദീസ, പടച്ച തമ്പുരാൻ നേരിട്ട് പറയുന്ന ഖുദ്സിയായ ഹദീസിൽ പറയാം. ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യൻ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? അവന് കാലത്തെ പഴിക്കുന്നുണ്ട്. ചില കാലത്തിനെ അവൻ, ചില സമയത്തെ അവൻ കുറ്റം പറയുന്നുണ്ട്. കാലം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്, സമയം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. എന്റെ കയ്യിലാണ് സകല കാര്യങ്ങളും ഉള്ളത്. അതിനെ രാവും പകലുമായി മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നവനും ഞാൻ തന്നെയാണ്. വളരെ കൃത്യമായി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹിയായ ഹദീസാണ്, ഖുദ്സിയായ ഹദീസാണ്. പടച്ചോൻ പറയാ, ഞാനാണ് കാലം, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാലത്തെ പഴിക്കുന്ന ഒരു രൂപം ഉണ്ടാവരുത്. നഹ്സ് എന്നുള്ള വാക്ക് ആണല്ലോ അതിന് ഉപയോഗിക്കുന്നത്. നഹ്സാണ് എന്നാ പറയുന്നത്. ആ ദിവസമൊക്കെ നഹ്സുള്ളതാണ്. ഉസ്താദിന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന ദിവസങ്ങളൊക്കെ നഹ്സാണ് കേട്ടോ, വേണ്ട എന്ന് പറയും. യഥാർത്ഥത്തിൽ നഹ്സ് എന്നുള്ള പദം പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് കാഫിറുകളുടെയും ഫാജിറുകളുടെയും കാര്യങ്ങൾ പറയുന്ന സ്ഥലത്താണ്. ഒരു നല്ല രൂപത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നതുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്ന ഒരു ഭാഗമുണ്ട് സൂറത്ത് ഫുസ്സിലത്തിൽ. ഫർസൽനാ അലൈഹിം റിയഹൻ സർസറ ഫി അയ്യാമിൻ നഹ്സാത്. നഹ്സുള്ളതായ ആ ദിവസങ്ങളിൽ പടച്ചതമ്പുരാൻ അവർക്ക് മുകളിലേക്ക് ശക്തമായ കൊടുങ്കാറ്റിനെ അയച്ചുകൊണ്ട് അവരെ നശിപ്പിച്ച സമൂഹത്തിന്റെ നാശമിറങ്ങിയ, ശിക്ഷയിറങ്ങിയതായ ദിവസങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് പടച്ചതമ്പുരാൻ നഹ്സ് എന്നുള്ള പദം ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ലിയുദീഖുഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തി ദുനിയ വൽ അദാബുൽ ആഖിറത്തി അഖ്സാ.
ഏറ്റവും മുന്യമായ, ഭൂമിയിലെ ഏറ്റവും വലിയ ഉള്ളവരെന്ന്, പവർഫുൾ ആയിട്ടുള്ള ആളുകളെന്ന് അഹങ്കരിച്ചിരുന്നവർക്ക് ഭൂമിയിൽ വെച്ച് തന്നെ അപമാനത്തിന്റെ ശിക്ഷ നൽകി. ഇനി അവർക്ക് പരലോകത്ത് ലഭിക്കാനിരിക്കുന്നതോ അഹ്സ, അതിലും വലിയ അപമാനകരമായ ശിക്ഷയാണ് അവർക്കിനി പരലോകത്ത് ലഭിക്കാനുള്ളത് എന്ന് സൂറത്ത് ഖമറിൽ പറഞ്ഞപ്പോ തുടർച്ചയായ നഹ്സിന്റെ ദിവസങ്ങളിൽ അവർക്ക് നാം കാറ്റിനെ അയച്ചു ചുറ്റിച്ചു. അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ആ ദിവസത്തെ സംബന്ധിച്ച് പറയുമ്പോഴാണ് പടച്ച തമ്പുരാൻ നഹ്സ് എന്നുള്ള വേർഡ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി തആല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് മഅലൂലുൻ അന്നഹു ലം യുരിദ് ബിദാലിക അന്നഹു നഹ്സുൻ അല സാലിഹീൻ, നല്ലവരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു നഹ്സുള്ളതാണ് എന്നൊരിക്കലും പടച്ച തമ്പുരാൻ അതിൽ ഉദ്ദേശിക്കുന്നില്ല. ബൽ അറാദ അന്നഹു നഹ്സുൻ അലൽ ഫുജ്ജാരി വൽ മുഫ്സിദീൻ, ഓൾക്കുള്ളതാണ് നഹ്സ്. ആർക്ക്? ഫുജ്ജാറുകളായ, തെമ്മാടികളായ, മുഫ്സിദീങ്ങളായ, കുഴപ്പക്കാരായ ആളുകൾക്കുള്ളതാണ് നഹ്സ്. കമാ കാനത്തിൽ അയ്യാമുൻ നഹ്സാത്തുൽ മദ്കൂറ ഫിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ അയ്യാമുൻ നഹ്സാത്ത്, ദുഷ്ടഗുണത്തിന്റെ ദിവസങ്ങൾ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായ സംഗതികൾ. നഹ്സാത്തുൻ അലൽ കുഫാർ മിൻ ഖൗമി ആദിൻ ലാ അലാ നബിയ്യിഹിം വൽ മുഅ്മിനീന ബിഹിം മിൻഹും, ആദ് സമൂഹത്തിലെ നിഷേധികളായ, തെമ്മാടികളായ, ഫാസിദുകളായ ആളുകളുടെ അശുഭ ദിവസങ്ങളായിക്കൊണ്ട് പറയാനാണ് ഖുർആൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും എന്തില്ല? നഹ്സില്ല. അപ്പൊ ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ നഹ്സ് എന്നുള്ളതായ സംഗതി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വഴി, അതിന്റെ ഒരു ചരിത്രപരമായ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ ഇമാം ഹൈത്തമി റഹ്മത്തുള്ളാഹി തആല വിഷയത്തിൽ നൽകിയതായ ഒരു ഫത്വ നമുക്ക് വളരെ കൃത്യമായി അതിന്റെ ഒരു റൂട്ട് കാണിച്ചു തരുന്നുണ്ട്. വസുഇല നഫ്സുല്ലാഹി ബിഉലൂമിഹി അസ്സുആലു അനിൽ നഹ്സി വസ്സഅദ് വഅനിൽ അയ്യാമി വല്ലയാലി അല്ലതി തസ്ലുഹു നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ദിവസങ്ങളുടെ ഒരു പ്രാധാന്യം നോക്കി തിരഞ്ഞെടുക്കുന്നതായ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അപ്രകാരം ദിവസത്തിന്റെ മേന്മകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാനായി തിരഞ്ഞെടുക്കുക എന്നുള്ളത് അന്നദാലിക മിൻ സുന്നത്തുൽ യഹൂദ് ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം മുബാരിഖിൻ. പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിശ്വാസികളുടെ ഒരു തരത്തിലുള്ള സ്വഭാവവും അല്ല അത്, മറിച്ച് അത് ജൂതന്മാരുടെ രീതിയാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. യഹ്സബൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ, പടച്ച തമ്പുരാനിൽ ഭരമേൽപ്പിക്കുന്ന, അവനിൽ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അങ്ങനെ ഒരു ദിവസത്തിന്റെ ശകുനവും അശുഭവും നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. കറമല്ലാഹു വജഹു ബാത്തിലുൻ കദിബുൻ ലാ അസ്ലഹു ഫൽയഹ്ദർ മിൻ ദാലിക വല്ലാഹു അഅലം. ഒരു തരത്തിലുള്ള ആളുകളിൽ നിന്നും വ്യക്തമായ രൂപത്തിൽ അങ്ങനെ ഒരു രീതി വിശ്വാസികൾക്കുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ലാ അസ്ല ലഹു, അതിന് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. ഫൽയഹ്ദർ മിൻ ദാലിക, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ വളരെ കരുതലോടെ ഇരിക്കണം. അല്ലാഹു അലം, അല്ലാഹുവാണ് ഏറെ ആ വിഷയം അറിയുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു സമ്പ്രദായത്തിന്റെ അടിവേര് അറുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ നഹ്സ് എന്നുള്ള സമ്പ്രദായം വന്നത് ഇവരിൽ നിന്നാണ്. ജൂതന്മാരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സംഭവമായിട്ടാണ് അദ്ദേഹം അതിനെ പരിചയപ്പെടുത്തി തരുന്നത്.
ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന മുഹറം മാസത്തിനെ സംബന്ധിച്ചിടത്തോളം മുഹറമിലെ ദുഷ്ടകുലത്തിന്റെ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ശിയായിസം ഇസ്ലാമിന്റെ ലേബലിൽ കടത്തിക്കൊണ്ടുവന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ മുഹറം മാസത്തിലുള്ള നഹ്സ് എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് അലി റളിയല്ലാഹുവിന്റെ ഭരണകാലം വരുന്ന സന്ദർഭത്തിലാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാന കാലത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുവാനും കുഴപ്പമുണ്ടാക്കുവാനുമായി അഭിനവ മുസ്ലിമീങ്ങളായി അതിൽ കടന്നുകൂടിയ മുനാഫിക്കുകളായ ജൂതൻ ഫിത്നയുണ്ടാക്കി ഇസ്ലാമിന്റെ ഖലീഫയെ ആ ഫിത്നയുടെ ഭാഗമായി കൊന്നുകളയുന്നു. 40 ദിവസം ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ വീടിനകത്ത് ഖലീഫയെ ഉപരോധിച്ച് ഇരുത്തി ഒടുവിൽ ചുമര് തകർത്ത് അകത്ത് കടന്ന അദ്ദേഹത്തെ അതിദാരുണമായി കൊണ്ട് കൊന്നുകളയുന്ന ഒരു ചരിത്രം പറയുന്നത് ആ ഫിത്നയുടെ ആളുകൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നിലത്തേക്ക് മലർത്തിയിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കയറിയിരുന്ന് താടിയിൽ നീണ്ട താടി ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം ചരിത്രത്തിലുണ്ട്. ഇടത് കൈകൊണ്ട് ആ താടിയിൽ പിടിച്ച് തല നിലത്തുനിന്ന് പൊക്കി ഈത്തപ്പനയുടെ മടൽ കൊണ്ട് അദ്ദേഹത്തിന്റെ തല അടിച്ച് പൊളിച്ച് അദ്ദേഹത്തെ കൊന്നുകളയുന്നത് ചരിത്രം രേഖപ്പെടുത്തുക. അത്രക്കും നിഷ്ഠൂരമായി ഇസ്ലാമിന്റെ ഖലീഫയെ കൊന്നുകളഞ്ഞ് ശേഷമുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെ ഭാഗമായി അലി റളിയല്ലാഹു ഒരു ഭാഗത്തും മുആവിയ റളിയല്ലാഹു മറ്റൊരു ഭാഗത്തുമായി അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം രൂപം കൊള്ളുകയാണ്. ഒരു വിഭാഗം പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഘാതകരെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകിയതിനു ശേഷമാണ് ഇനി ഇവിടെ ഒരു ഖിലാഫത്ത് വേണ്ടതുള്ളൂ, ആദ്യം ചെയ്യേണ്ടത് അതാണ്, അതുകൊണ്ട് അതിനാദ്യം മുൻഗണന കൊടുക്കണമെന്ന ഒരു വാദം. ഇപ്പുറത്ത് ഇസ്ലാമിക ഖിലാഫത്തിൽ ഒരു ഖലീഫ അല്ലാതിരിക്കാൻ പാടില്ല. ഒരു ഇമാറത്തിന്റെ കീഴിലാണ് ഏത് പ്രവർത്തനവും തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ആദ്യം ഖലീഫയെ തിരഞ്ഞെടുത്തിട്ടാവണം അടുത്ത പ്രവർത്തനം എന്നതൊരു വാദം. ഈ രണ്ട് വാദക്കാര് തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നു. മഹാനായ അലി റളിയല്ലാഹു ഒരു ഭാഗത്തും മഹാനായ മുആവിയ ബിൻ അബി സുഫിയാൻ, ആയിഷ റളിയല്ലാഹു അൻഹ, തൽഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രമുഖ സഹാബികൾ മറുവശത്തുമായി കൊണ്ട് രണ്ട് ഭിന്നാഭിപ്രായം ആ വിഷയത്തിൽ അവർക്കുണ്ടാവുന്നു. അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു, ആയുധങ്ങളെടുത്ത് പോരാടുന്ന ഒരവസ്ഥ വരെ ഉണ്ടാവുന്നു. അതിന്റെ അവസാനത്തിൽ അലി റളിയല്ലാഹുവിനെ പിന്തുണക്കുന്നവരെന്ന് വാദിക്കുന്ന ഇസ്ലാമിന്റെ ഈ ഫിത്നയുടെ ശത്രുക്കൾ, ഫിത്നക്കാരായ ഇസ്ലാമിന്റെ ശത്രുക്കൾ, അവർ അലി റളിയല്ലാഹുവിന്റെ ആളുകളാണെന്ന് സ്വയം വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നവരാണ്. പക്ഷേ അവർ ലക്ഷ്യം ഇസ്ലാമിനെ തകർക്കലാണ്. അവർ യുദ്ധമുണ്ടാകാനുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് അവരാണ്. യുദ്ധമുഖത്ത്, സിഫീൻ യുദ്ധമുഖത്ത് രണ്ടു കൂട്ടരും യുദ്ധത്തിൽ മുഖാമുഖം നിൽക്കുമ്പോഴും പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഒരു പക്ഷത്തു നിന്നും അമ്പെയ്ത്താരംഭിച്ച് യുദ്ധം തുടങ്ങി എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത് ഈ ഫിത്നക്കാരാണ്. അങ്ങനെ ആ യുദ്ധം നടക്കുന്നതന്നെ. പിന്നീട് സമാധാനപരമായി ഖുർആനിന്റെ ലേബലിൽ ആ യുദ്ധം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ആ അഭിപ്രായത്തെ മാനിക്കാതെ ലോകത്താദ്യമായി ഹാക്കിമിയത്തിന്റെ ശബ്ദമുയർത്തി ആ ഇസ്ലാമിന്റെ ജമാഅത്തിൽ നിന്നും ഒരു വിഭാഗം പിരിഞ്ഞു പോവുക. അവർ പറഞ്ഞു ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. വിശുദ്ധ ഖുർആന്റെ ഒരു ആയത്താണ് അവർ പറഞ്ഞത്. വിധി നടപ്പിലാക്കാനും വിധി പ്രസ്താവിക്കുവാനും പടച്ചതമ്പുരാനല്ലാതെ അധികാരമില്ല എന്ന ആ ഒരു വാദം ഉന്നയിച്ച് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി മസ്ലഹത്തിന് തീരുമാനമെടുക്കാനായിക്കൊണ്ട് രണ്ട് കക്ഷികളും തീരുമാനിച്ച അംർ ഇബ്നുൽ ആസും അബൂ മൂസൽ അശ്അരിയും അവരുടെ തീരുമാനം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല, അള്ളാഹ്ക്കേ തീരുമാനം എടുക്കാൻ അവകാശമുള്ളൂ എന്നും പറഞ്ഞ് വിചിത്രവാദം ഉന്നയിച്ച് അവരതിൽ നിന്നും ഇറങ്ങിപ്പോയി.
അവർ പിന്നീട് ഷിയാത്തു അലി എന്നറിയപ്പെട്ടു, അലി റളിയല്ലാഹു അൻഹുവിന്റെ കക്ഷി. അവരുടെ വാദങ്ങളെ കുറിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു പോലും പറഞ്ഞത് കലിമത്തു ഹഖ്ഖൻ യുറാദു ബിൽ ബാത്തിൽ, സത്യമായ ഒരു വാക്ക് പ്രയോഗം ഖുർആന്റെ വായത്ത, പക്ഷേ അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് മഹാ അബദ്ധവും എന്നാണ്. അല്ലാഹുക്കല്ലാതെ വിധിക്കാൻ അവകാശമല്ല എന്ന് പറഞ്ഞ് ഹാക്കിമിയത്തിന്റെ ശബ്ദമുയർത്തിക്കൊണ്ട് അവർ ഇസ്ലാമിന്റെ ആ കൂട്ടത്തിൽ നിന്നും മുസ്ലിം ജമാഅത്തിൽ നിന്നും അവർ തിരിഞ്ഞു പോവുക. പിന്നീട് ഒരുപാട് അലി റളിയല്ലാഹു അൻഹു തന്നെ അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവര് ഞങ്ങൾ അലിയുടെ കക്ഷികളാണെന്ന് പറഞ്ഞ വാദം ദീർഘിച്ച് അടുത്ത ഖലീഫ അലിയാവണമെന്നുള്ള വാദത്തിൽ നിന്നും അവർ വീണ്ടും മുന്നോട്ട് പോയി ആദ്യത്തെ ഖലീഫയാവേണ്ടത് അലിയായിരുന്നു എന്ന വാദത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയി പ്രവാചകത്വം ലഭിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു, ജിബ്രീലിന് ആള് തെറ്റിയതാണ് എന്ന വാദത്തിലേക്കും അതിനപ്പുറം കടന്ന് ദൈവികമായ കഴിവുകളുള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു എന്ന ഒരു വാദത്തിലേക്ക് അവസാനം അവർ ചെന്നത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ അവസാനം അദ്ദേഹത്തിന്റെ മകന് ബൈഅത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്, ഖിലാഫത്ത് കൈമാറുന്ന അവസ്ഥ ഉണ്ടാവുക. യസീദ് ബിൻ മുആവിയ ബിൻ അബി സുഫിയാൻ. യസീദ് റളിയല്ലാഹു അൻഹു ഭരണപദത്തിലെത്തുന്നതായ സന്ദർഭത്തിൽ, ഖിലാഫത്തിന്റെ സന്ദർഭത്തിൽ മദീനയിൽ നിന്നും ഇസ്ലാമിന്റെ ക്യാപിറ്റൽ മുആവിയ റളിയല്ലാഹു അൻഹു അപ്പോഴേക്കും കൂഫയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഈ വാദക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളുടെ വീര്യം വർദ്ധിക്കുകയും അവര് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞ് അദ്ദേഹത്തിനെ തെറ്റായ രൂപത്തിലുള്ള വിവരങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിച്ച് യസീദിന്റെ ഭരണത്തിനെതിരെ ശബ്ദിക്കാനുള്ള രൂപത്തിലേക്ക് ആക്കിയെടുത്ത് ഇവിടെയുള്ള മുഴുവൻ ആളുകളും അതിന് സപ്പോർട്ടായിട്ട് തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള വിവരവും കൊടുത്ത് അദ്ദേഹത്തെ കൂഫയിലേക്ക് വരുത്തുക. ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഞാൻ ചുരുക്കി പറയാം, ഈ ഒരു ഭാഗം പറയാൻ വേണ്ടി മാത്രം. അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് കൂഫയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അന്ന് ജീവിച്ചിരിപ്പുള്ള സഹാബാക്കിറാമുകളെല്ലാം നേരെ ചെന്ന് കണ്ട് തടയുന്നുണ്ട്. മഹാനായ അംർ ഇബ്നുൽ ആസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അവരൊക്കെ നേർക്ക് നേരെ ചെന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഹുസൈൻ പോകരുത് താങ്കൾ. ഇസ്ലാമിക ഖിലാഫത്ത് അവിടെ നടക്കുമ്പോ അവിടേക്കുള്ള ആ വിളിക്കുന്ന ആളുകളുടെ ഉദ്ദേശം ശരിയല്ല, നിങ്ങൾ മദീന വിട്ടിപ്പോ പോകരുതെന്ന് പറഞ്ഞ് പരമാവധി അദ്ദേഹത്തെ പിടിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആ ആളുകളുടെ വാക്ക് കേട്ട് അവിടേക്ക് പുറപ്പെട്ടു പോവുക. അഹ്ലു ബൈത്തിൽ നിന്ന് തന്നെയുള്ള 70ഓളം ആളുകളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ചരിത്രം. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഈ പിന്നീട് ഷിയാക്കൾ എന്നറിയപ്പെട്ടു വന്ന ഈ വിഭാഗം അദ്ദേഹത്തെ ചതിക്കുകയാണ്, അദ്ദേഹത്തിനെ ആത്മഹത്യാ മുനമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. യസീദിന്റെ സൈന്യം വന്ന് ആക്രമിക്കുമ്പോ ഈ സഹായിക്കുമെന്ന് പറഞ്ഞു കൂടിയ ചരിത്രം പറയുന്നത്, അത് ആലോചിക്കാൻ വേണ്ടി കൂടിയതായ സന്ദർഭത്തിൽ ആദ്യഘട്ടത്തിൽ 12,000-ഉം 18,000-ഉം പിന്നെ 30,000-ത്തിലധികം ആളുകൾ വരെ അവിടെ കൂടിയിരുന്നു എന്നാണ്. പക്ഷെ ചെറുതാനും എത്തുന്ന സന്ദർഭത്തിൽ ഒന്നുണ്ടായില്ല. വളരെ ദാരുണമായി യസീദിന്റെ സൈന്യം ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി അദ്ദേഹത്തെ കൊന്നുകളയാണ്. വളരെ ഇസ്ലാമ ചരിത്രത്തിലെ വല്ലാത്തൊരു അധ്യായമാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രതീസ് നദിയുടെ കരയിൽ അവരെ ബഹിഷ്കരിച്ചിട്ട് വെള്ളം കുടിക്കാൻ പോലും അനുവദിക്കാതെ ദാഹിച്ച് അവശരായി നാവ് പുറത്തിട്ട് വെള്ളത്തിനു വേണ്ടി യാചിക്കുന്ന ആളുകളുടെ വായിലേക്ക് അമ്പെയ്ത് ചോര കുടിച്ച് ദാഹം തീർത്തോ എന്ന് പറയുന്ന രൂപം വരെ അവിടെ ഉണ്ടായിരുന്നു എന്ന ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഹുസൈൻ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് അദ്ദേഹത്തിന്റെ തല വെട്ടിയെടുത്ത് താലത്തിൽ പൊതിഞ്ഞ് ഖലീഫയുടെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്ന വല്ലാത്തൊരു രംഗമുണ്ട്. അത് കണ്ട് പൊട്ടിക്കരയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെച്ചതുപോലെയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രൂപം. പ്രവാചകന്റെ അതേ മുഖവും ശരീരഘടനയും സൗന്ദര്യവും എല്ലാമുള്ള ആളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന ചരിത്രത്തിൽ കാണുന്നത്. പ്രവാചകന്റെ മടിയിൽ എത്രയോ കാലങ്ങളായി തലവെച്ച് കിടന്നിരുന്ന പ്രവാചകൻ നമസ്കാരത്തിൽ വരെ ഒരു കോമലിച്ചിരുന്നതായ ഈ ഒരു മുഖം അല്ലെ, അത് ഈ ഒരു രൂപത്തിൽ കാണാനുള്ള നിർഭാഗ്യമാണല്ലോ എനിക്കുണ്ടായത്, എനിക്കത് കാണണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൊണ്ടുവന്നവരെ അതിശക്തമായി ശകാരിച്ചു വിടുന്നുണ്ട്. രക്തസാക്ഷിയാവുന്ന കർബല യുദ്ധം നടക്കുന്നത് ഹിജറ 61 വർഷത്തിലെ മുഹറം മാസത്തിലാണ്. ആ മുഹറം 10 അന്നാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഷിയാക്കൾ ലോകത്ത് പിന്നീട് അധികാരത്തിൽ വരുന്നതായ സന്ദർഭത്തിലാണ് അവർ ഈ മുഹറം 10 ഈ രൂപത്തിലുള്ള പ്രത്യേക നഹ്സിന്റെ ദിവസങ്ങളും ദുഃഖത്തിന്റെയും അതോടൊപ്പം തന്നെ അവരുടെ സങ്കടം പുറത്ത് പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള കുറെ സമ്പ്രദായങ്ങളുടെയും രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചു. ഇസ്ലാം അന്ന് ലോകത്ത് വളരെയധികം പ്രചുരമായ പ്രചാരത്തിലായിക്കൊണ്ടിരുന്ന ഒരു കാലമാണല്ലോ നമുക്കറിയാം. ആദ്യമായി പേർഷ്യൻ സാമ്രാജ്യം, ഇന്നത്തെ ഇറാൻ നിലകൊള്ളുന്നു. പേർഷ്യൻ സാമ്രാജ്യം ലോകത്തെ ഏറ്റവും ശക്തമായ ഭരണകൂടങ്ങളിൽ ഒന്നായിരുന്നു. റോമും പേർഷ്യയും ഇന്നത്തെ വൻശക്തികളെ പോലെ അന്ന് ലോകത്തുള്ള ഏറ്റവും അധികം സൈനിക ശക്തിയും സന്നാഹങ്ങളുള്ള 2 ഭരണകൂടങ്ങളായിരുന്നു റോമും പേർഷ്യയും. പേർഷ്യൻ സാമ്രാജ്യത്തിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനായിക്കൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടേക്ക് സൈന്യവുമായിക്കൊണ്ട് പറഞ്ഞയക്കുന്നത്. വർഷങ്ങളോളം പല രൂപത്തിലുള്ള യുദ്ധങ്ങൾ അവിടെ നടന്നു. ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുന്ന രൂപമുണ്ട്. നേരെ പോയിട്ട് ആ രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു രൂപമല്ല ഇസ്ലാമിനുണ്ടായിരുന്നത്. മറിച്ച് അവരെ വളരെ മാന്യമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് ക്ഷണിച്ച് ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിലൂടെ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് അതിലേക്ക് വരാനുള്ള ഒരു അവസരവും ഒരുക്കി കൊടുക്കുന്ന ഒരു രൂപത്തിലാണ് അന്ന് സഹാബികളെല്ലാം തന്നെ ആ വിഷയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കാണുവാൻ സാധിക്കും. അബൂബക്കറിന് ശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ഖാലിദ് ഇബ്നു വലീദിനെ അവിടേക്ക് സൈനിക സന്നാഹങ്ങളുമായി കൊണ്ട് പറഞ്ഞയക്കുകയാണ്. അബൂബൈദ മരിച്ചപ്പോ മുസന്ന ബിൻ ഹാരിസ് ആയിരുന്നു പിന്നെ സൈന്യത്തിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണം വന്നപ്പോൾ അദ്ദേഹം സഅദ് ഇബ്നു അബീ വഖാസിനെ സർവ്വസൈന്യാധിപനായി നിയമിച്ചുകൊണ്ട് പേർഷ്യൻ സൈന്യത്തെ നേരിടാനായിക്കൊണ്ട് പറഞ്ഞയക്കുന്ന ഒരു രംഗം. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഖാദിസിയയിൽ തമ്പടിക്കണമെന്ന് റളിയല്ലാഹുവിന്റെ പ്രത്യേക നിർദ്ദേശം പാലിച്ചുകൊണ്ട് അദ്ദേഹം സൈന്യവും ഖാദിസിയയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന യസ്ദജർദിന്റെ അടുത്തേക്ക് അംബാസഡർമാരയക്കുന്നുണ്ട്, സന്ദേശവാഹകരയക്കുന്നുണ്ട്. അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഓരോ തവണ വരുമ്പോഴും യസ്ദജർദ് പറയും, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവധാനത വരണം. അവസാനമായിട്ടുള്ളവരിലേക്ക് പറഞ്ഞയക്കുന്നത്
റുബൈ ബിൻ ആമിർ എന്ന് പറയുന്ന മുസ്ലിം സന്ദേശവാഹകനെയാണ്. അദ്ദേഹം പോയിട്ട് യദ്ജദ്ദിനോട് വരെ കൃത്യമായി കൊണ്ട് പറയുന്നുണ്ട്, ഇസ്ലാം എന്നാൽ ഇന്നല്ലാഹ ഇബ്തഅസനാ ലിനുഖ്രിജ മൻ ശാഅ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തില്ലാഹ്. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്നും സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഭൗതിക ലോകമെന്ന ഈ ഒരു കുടുസ്തായ ലോകത്തിൽ നിന്നും പാരസ്പരിക ലോകമെന്ന വിശാലമായ ലോകത്തേക്ക് നിങ്ങൾ ക്ഷണിക്കാൻ. ഇസ്ലാം, മനുഷ്യരെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മതാധിപത്യത്തിൽ നിന്നും ഇസ്ലാമിന്റെ അനന്തവിഹായത്തിലേക്ക്, അതിന്റെ നീതിയുടെ അനന്തതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാൻ. അതുകൊണ്ട് ആ ദീനിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. എദ്ദറജിന്റെ അന്ന് ലോകം അറിയപ്പെടുന്ന സുപ്രീം കമാൻഡറാണ് റുസ്തം. അയാളാ വാക്കുകൊണ്ട് എന്ന് പറഞ്ഞു, അത് സമയത്ത് മക്കാലത്ത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ കുറച്ച് സമയം നിങ്ങൾ അനുവദിച്ചു തരുമോ? റുബൈ പറഞ്ഞു, നുഅജ്ജിലുക്കും സലാസത അയ്യാം, ശരി 3 ദിവസം നിങ്ങൾക്ക് അനുവദിച്ചു തരാം. ഞങ്ങളുടെയും നിങ്ങളുടെയും കാര്യങ്ങൾ എന്താവുമെന്ന് നീ ശരിക്ക് നോക്കി പഠിച്ചോ. എന്നിട്ട് വാഹിദത്തൻ മിൻ സലാസ്, 3 എണ്ണങ്ങളെ മുമ്പിൽ വെച്ച് തരിക. അതിലൊന്നേ പിന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒന്ന് അൽ ഇസ്ലാം, നിങ്ങൾക്ക് മുസ്ലിമായി ഇസ്ലാമിലേക്ക് കടന്നു വരാം. അതിൽ ജിസിയ, അതല്ലെങ്കിൽ ഇസ്ലാമിന് കപ്പം നൽകിക്കൊണ്ട് ഇസ്ലാമിന്റെ ഭരണകൂടത്തിന് കീഴിൽ നിങ്ങൾക്ക് ജീവിക്കാം. അവൽ മുനാജത, അതല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായിക്കോ. ഇതിൽ 3-1 പിന്നെ നിങ്ങൾ മുമ്പിൽ ഉണ്ടാവുള്ളൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആ റുസ്തമിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. റുസ്തം ഈ പറഞ്ഞ 3 ദിവസത്തിന്റെ അവധി എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തായി? ഇതൊക്കെ ധിക്കരിക്കാനാണ് നിങ്ങളുടെ ഭാഗമെങ്കിൽ ചെറിയ നിസ്സാരന്മാരായിക്കൊണ്ട് ജിസിയ കൊടുക്കേണ്ടി വരും. വൈനബൈത്ത, അതും പറ്റൂലെങ്കിൽ പിന്നെ നമ്മൾക്ക് നിങ്ങൾക്കിടയിലുള്ള ഒരു വാള് മാത്രമായിരിക്കട്ടോ. വൽ ഇസ്ലാമു അഹബ്ബു ഇലൈനാ മിൻഹുമാ, ഇസ്ലാം ഞങ്ങൾക്ക് അത്രയേറെ പ്രിയപ്പെട്ടതാണ് ആ വിഷയത്തിൽ. അത് കേട്ടപ്പോ ദേശത്തോടുകൂടി എണീറ്റുകൊണ്ട് പറയുന്നുണ്ട്, ലാ സുൽഹ ബൈനനാ വ ബൈനക്കും, ഇനി നമുക്കിടയിൽ യാതൊരു സുൽഹുമില്ല, യുദ്ധം തന്നെ മതി. വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുക. മുസ്ലിം സൈന്യം അതുവരെ കണ്ടിട്ടില്ലാത്ത, അവർ ആനകളെ മുമ്പിൽ നിർത്തിയിട്ടാണ് പേർഷ്യൻ സൈന്യം മുസ്ലിം സൈന്യത്തെ നേരിട്ടത്. 10,000 സൈന്യം മാത്രം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പേർഷ്യൻ സൈന്യം 1,00,000-ഓളം ഉണ്ടായിരുന്നു. അവർ ആനകളെ മുമ്പിൽ വെച്ചിട്ടാണ് യുദ്ധം നടത്തുന്നത്. മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളുടെ കുതിരകൾക്കും ഒട്ടകങ്ങൾക്കൊന്നും ആനനെ കണ്ട് പരിചയം തന്നെയല്ല. യുദ്ധമുഖത്തെത്തുമ്പോഴെന്നെ കുതിരകളും ഒട്ടകങ്ങളും ചെതറി ഓടാൻ തുടങ്ങുന്നൊരവസ്ഥ. വല്ലാത്ത പ്രയാസകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ പാലം തകർത്ത് കളഞ്ഞ് മുസ്ലിമീങ്ങളെ വല്ലാത്തൊരു കുരുക്കിൽപ്പെടുത്തി അവിടെ വെച്ച് തീർത്ത് കളയാനുള്ള പദ്ധതിയായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്നത്. സഅദ് നബി വക്കാസിന്റെ സൈന്യം കൂടെ വന്നു ചേർന്ന് മുസ്ലിം സൈന്യം ശക്തമായ പോരാട്ടം നടത്തി ഒടുവിൽ റുസ്തം കൊല്ലപ്പെടുകയും പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിന്റെ കീഴിൽ വരികയും ചെയ്യാം. അവിടെ ഉണ്ടായിരുന്ന ഏകദേശം മുഴുവൻ ആളുകൾ എന്ന് പറയാവുന്ന രൂപത്തിൽ ഇസ്ലാമിക ഭരണത്തിന്റെ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരവസ്ഥ ഉണ്ടായി. പേർഷ്യ എമ്പാടും ഇസ്ലാം വ്യാപിച്ചു. ലോകത്തിന്റെ ഏറ്റവും തിളക്കമുള്ള പ്രദേശങ്ങളായി പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പ്രദേശങ്ങൾ പിന്നീട് മാറി. ലോകത്തെ തന്നെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള നാഗരികത കൈവരിച്ച സിറ്റികളായി ആ പ്രദേശങ്ങൾ പിന്നീട് മാറി. പിന്നീട് ഹിജറ 600-ലാണ്
ഹിജ്റ 600-ലാണ്. ഓട്ടോമൻ ഭരണത്തിന്റെ കീഴിൽ ആ പ്രദേശമായിരിക്കുന്ന സന്ദർഭത്തിൽ അവിടേക്ക് ഇസ്മായിൽ ഒന്നാമൻ എന്ന് പറയുന്ന ഷിഈ കടന്നു വന്ന് അസർബൈജാനും ഇറാനും ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള മുസ്ലിം പള്ളികളും സ്ഥാപനങ്ങളും മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരെ മുഴുവനും കൊന്നുകളഞ്ഞ് ഒരു ഷിഈ ഭരണകൂടം അവിടെ സ്ഥാപിക്കുന്നു. ഇന്ന് ആ ഒരു ഷിയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ആളുകളായിക്കൊണ്ട് ഇറാനെ അവർ മാറ്റും. ലോകത്ത് സമാനതകളില്ലാത്ത ക്രൂരതകളാണെന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ അഹ്ലുസുന്നയുടെ ആളുകൾക്ക് നേരിടേണ്ടി വന്നത് എന്ന് ചരിത്രം കാണിച്ചിരുന്നു. കൊള്ളാവുന്ന നല്ല പള്ളികളൊക്കെ ഷിയ പള്ളികളാക്കി മാറ്റുകയും അതല്ലാത്ത മറ്റു പള്ളികളൊക്കെ തകർത്തു കളയുകയും ലോകത്തിന്റെ ദൂരഭാഗങ്ങളിൽ നിന്നുള്ള ഷിയ പണ്ഡിതന്മാരെ അവിടേക്ക് കൊണ്ടുവന്ന് സ്ഥാപനങ്ങൾ മുഴുവനും അവരുടെ ആദർശം പഠിപ്പിക്കുന്ന, ഒന്നുകിൽ ഷിയായി ജീവിക്കാം അല്ലെങ്കിൽ കൊല്ലപ്പെടാം എന്ന ഒരു തത്വം മുൻപിൽ വെച്ചുകൊണ്ടാണ് അവര് അത്തരത്തിലൊരു ഭരണം അവിടെ സ്ഥാപിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ അടുത്ത കാലത്താണ് അവിടെ ഈ രൂപത്തിലുള്ള ഭരണം ഒന്നുകൂടെ ഉറപ്പിച്ചു വന്ന് പേരിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പ്രയോഗം കൂടി കൊടുത്തുകൊണ്ട് ഭരണം നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്ന് ലോകത്തറിയപ്പെടുന്ന ഈ വിഭാഗം. അവരുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള അവരുടെ മുദ്രാവാക്യം എന്നുള്ളത് ഇസ്ലാമിന്റെ ഖലീഫമാരെ തെറി പറയുന്നു, ഇസ്ലാമിലെ സഹാബികളെയും സഹാബ വനിതകളെയും ഏറ്റവും അധികം അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തിന്? അലി റളിയല്ലാഹുവിന്റെ മഹത്വം ഉയർത്തി കാണിക്കുക എന്നതിന്റെ പേരിൽ. ഇസ്മായിൽ രണ്ടാമൻ അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ അയാൾ പറയുന്നുണ്ട്, അബൂബക്കറിനെയും ഉമറിനെയും ഉസ്മാനെയും ശപിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല. ആയിഷ റളിയല്ലാഹുവിനെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കാത്തവർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. ആ രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രവും അതിന്റെ ആളുകളും അവരാണ് ഷിയായിസം ലോകത്തെ ഏറ്റവും അധികം വിതക്കാനും പരത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുകയും പഴയ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പേർഷ്യൻ എന്നുള്ള ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ദുരഭിമാനത്തിന്റെ മറയിൽ ആ ജനങ്ങളെ മുഴുവനും പിടിച്ചു വെച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും കുഴപ്പങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അവരാണ്. ഈ മുഹറമിനെ ഈ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ന് മുതലുള്ള ദിവസങ്ങൾ അത് കാണാൻ സാധിക്കും നമുക്ക് ഷിയാക്കളോടൊക്കെ. ഏറ്റവും അധികം അവരുടെ ഈ നഹ്സിന്റെ പ്രവർത്തനങ്ങൾ, സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് അവര് കാട്ടിക്കൂട്ടുന്നതായ ഒരുപാട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിന് അന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇസ്ലാമിനെ തകർക്കുക, അഹ്ലുസുന്നയെ ഈ ലോകത്തു നിന്നും ഇല്ലാതാക്കുക, പഴയ ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഒരു മാപ്പ് അവരെത്തുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് അവരെ മുദ്രാവാക്യം. അടുത്ത ദിവസങ്ങളിലായിട്ട് നടന്ന യുദ്ധങ്ങളിൽ പലപ്പോഴും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങളും പറയേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കക്ഷികളും യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഷിയാക്കളായിരുന്നാലും ജൂതന്മാരായിരുന്നാലും ഒരുപോലെ ഇസ്ലാമിന്റെ ആദ്യ നൂറ്റാണ്ട് കാലം മുതൽ ഇസ്ലാമിനെ തകർക്കാനും ഇല്ലാതാക്കാനും ലോകത്ത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് ശക്തികളാണ് ജൂതന്മാരും ഷിയാക്കളും എന്നത് ഒരു സംശയവും.
അവരുടെ പ്രവർത്തനങ്ങൾ കടമെടുത്തിട്ടാണ് നമ്മുടെ സമൂഹം, നമ്മുടെ സമുദായം ഈ നഹ്സുകൾ, ഈ പരിശുദ്ധമായ ദിവസങ്ങളിലേക്ക് കൂടി കടത്തിക്കൂട്ടിയിട്ടുള്ളത് എന്ന് വിശ്വാസികളായ നമ്മളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. മുഹറമിന് അത്തരത്തിലുള്ള യാതൊരു അശുഭതയും അതിനില്ല, നഹ്സും അതിനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പടച്ച തമ്പുരാന്റെ പവിത്രമായ മാസമാണ്. ആ പവിത്ര മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായ അമലുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും പ്രതിഫലം കൂടുതലായി ലഭിക്കുമെന്നുള്ളതാണ് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിലെ ആ മുഹറം 10 ഏറ്റവും മഹത്വമായി കൊണ്ടവർ കാണുന്നത്. പക്ഷേ മുഹറം 10 ഇസ്ലാമിന് ഒരുപാട് ചരിത്രപരമായി കൊണ്ട് തന്നെ പ്രത്യേകതകളുടെ ദിവസമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചതാണ്. റമദാൻ നോമ്പ് നിർബന്ധമാകുന്നതിന് മുൻപ് മുസ്ലിമീങ്ങൾ നിർബന്ധമായി നോമ്പനുഷ്ഠിച്ചിരുന്നതാണ് ഈ മുഹറം 10 നോമ്പ്. അതായിരുന്നു അവർക്ക് ഫർളായിട്ടുണ്ടായിരുന്ന നോമ്പ്. റമദാൻ വന്നപ്പോഴാണ് അത് സുന്നത്തായി കൊണ്ട് മാറിയത്. ഏറെ പ്രാധാന്യമുള്ള ബനു ഇസ്രായേലിയരെ ഫറവോയുടെ കിരാതതയിൽ നിന്നും പടച്ച തമ്പുരാൻ രക്ഷിച്ചതിന്റെ നന്ദി സൂചകമായി, സന്തോഷ പ്രകടനത്തിനായി മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്ത് തുടങ്ങിയതായ മുഹറം 10 ഇന്നും മുസ്ലിമീങ്ങൾക്ക് പവിത്രമായ ദിവസമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ദിവസങ്ങളായി നമ്മളതിനെ തിരഞ്ഞെടുക്കുക. അതിന്റെ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നതിനെ സൂക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സജീവ വളണ്ടിയറൊക്കെ ആയിട്ട് നമ്മുടെ കൂടെയുള്ള അബ്ദുൽ ഫത്താഹിന്റെ ജ്യേഷ്ഠന്റെ മകൻ പെട്ടെന്ന് ഇന്നലെ മരണപ്പെട്ടതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ സഹോദരന്റെ എല്ലാ തരത്തിലുള്ള അബദ്ധങ്ങളും അപരാധങ്ങളും പുറത്തു കൊടുത്ത് അദ്ദേഹത്തിന് ഒരു നല്ല ഖബർ ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വർഗം കണ്ട് കഴിയാൻ അവസാന നാൾ വരെ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله الأمين.